ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ സദ്യ സാമ്പാറാണ്. സദ്യക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ സാമ്പാർ. അപ്പോൾ ഈ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് അരക്കപ്പോളം തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇനി ഇതിലേക്ക് 5-6 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേവൊക്കെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. ഇനി കുറച്ച് പുളി പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് നെല്ലിക്ക വലുപ്പത്തോളം പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മുരിങ്ങയ്ക്ക, തക്കാളി, ബീൻസ്, ക്യാരറ്റ്, മത്തങ്ങ, വെള്ളരിക്ക, കുറച്ച് വെണ്ടക്ക, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം തന്നെ ഈ മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് മൺകലത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പച്ചക്കറികളെല്ലാം ഈ മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ അധികം വെന്ത് പോകാൻ പാടില്ല. നിങ്ങളിത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിലടുപ്പിച്ചാൽ മതി. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉലുവായും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് വറ്റൽമുളകും മല്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി മൂടിയിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് പോയിട്ടുമില്ല. ഈ ഒരു പാകത്തിനാണ് നമ്മൾ പച്ചക്കറി വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി.
സാമ്പാർ പൊടി ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമ്മളിവിടെ തയ്യാറാക്കി. ഒരു രക്ഷയുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.